2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 3:30 രാമനിലയത്തിൽ വെച്ചിട്ടാണ് പ്രഖ്യാപനം നടത്തുന്നത്. 128 സിനിമകളാണ് ഈ പ്രാവശ്യം അവാർഡിനായി ജൂറി പരിഗണിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നും സബ് കമ്മിറ്റികൾ തെരഞ്ഞെടുത്ത സിനിമകളാണ് അന്തിമ വിധി നിർണയത്തിനെത്തിയത്. തെന്നിന്ത്യൻ നടനും സംവിധായകനുമായ പ്രകാശ് രാജ് ചെയർമാനായ ജൂറിയാണ് തെരഞ്ഞെടുത്തത്. മികച്ച നടനായുള്ള മത്സരത്തിൽ ആസിഫ് അലിയും മമ്മൂട്ടിയുമാണ് പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. കിഷ്കിന്ധ കണ്ടം, ബ്രഹ്മയുഗം എന്നീ സിനിമകളിലെ അഭിനയത്തിനാണ് ഇരുവരെയും പരിഗണിച്ചിട്ടുള്ളത്. നവാഗത സംവിധായകനാകാനുള്ള പുരസ്കാരത്തിൽ മോഹൻലാലും മത്സരിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം 36 സിനിമകളാണ് അവസാന റൗണ്ട് വരെ എത്തിയിരിക്കുന്നത്. ആൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, ഫെമിനിച്ചി ഫാത്തിമ എന്നീ സിനിമകൾ മികച്ച സിനിമയാകാനുള്ള മത്സരത്തിൻ്റെ അവസാന റൗണ്ടിലുണ്ട്. ഈ സിനിമകളിൽ അഭിനയിച്ച ഷംല ഹംസ, കനി കുസൃതി, ദിവ്യപ്രഭ എന്നിവരാണ് മികച്ച നടിക്ക് വേണ്ടി മത്സരിക്കുന്നത്. അനശ്വര രാജൻ, സുരഭി ലക്ഷ്മി, ജ്യോതിർമയി എന്നിവരും സാധ്യതാ പട്ടികയിലുണ്ട്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 3:30 രാമനിലയത്തിൽ വെച്ചിട്ടാണ് പ്രഖ്യാപനം നടത്തുന്നത്. 128 സിനിമകളാണ് ഈ പ്രാവശ്യം അവാർഡിനായി ജൂറി പരിഗണിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നും സബ് കമ്മിറ്റികൾ തെരഞ്ഞെടുത്ത സിനിമകളാണ് അന്തിമ വിധി നിർണയത്തിനെത്തിയത്. തെന്നിന്ത്യൻ നടനും സംവിധായകനുമായ പ്രകാശ് രാജ് ചെയർമാനായ ജൂറിയാണ് തെരഞ്ഞെടുത്തത്. മികച്ച നടനായുള്ള മത്സരത്തിൽ ആസിഫ് അലിയും മമ്മൂട്ടിയുമാണ് പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. കിഷ്കിന്ധ കണ്ടം, ബ്രഹ്മയുഗം എന്നീ സിനിമകളിലെ അഭിനയത്തിനാണ് ഇരുവരെയും പരിഗണിച്ചിട്ടുള്ളത്. നവാഗത സംവിധായകനാകാനുള്ള പുരസ്കാരത്തിൽ മോഹൻലാലും മത്സരിക്കുന്നുണ്ട്. ഈ പ്രാവശ്യം 36 സിനിമകളാണ് അവസാന റൗണ്ട് വരെ എത്തിയിരിക്കുന്നത്. ആൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, ഫെമിനിച്ചി ഫാത്തിമ എന്നീ സിനിമകൾ മികച്ച സിനിമയാകാനുള്ള മത്സരത്തിൻ്റെ അവസാന റൗണ്ടിലുണ്ട്. ഈ സിനിമകളിൽ അഭിനയിച്ച ഷംല ഹംസ, കനി കുസൃതി, ദിവ്യപ്രഭ എന്നിവരാണ് മികച്ച നടിക്ക് വേണ്ടി മത്സരിക്കുന്നത്. അനശ്വര രാജൻ, സുരഭി ലക്ഷ്മി, ജ്യോതിർമയി എന്നിവരും സാധ്യതാ പട്ടികയിലുണ്ട്.